ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ഡെയിലി അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സച്ചി രേവതിയും കൂട്ടിയിട്ട് തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ. ചന്ദ്രയാണെങ്കിൽ തടഞ്ഞു നിർത്തുന്നുണ്ടെങ്കിലും അച്ഛൻ്റെ അടുത്ത് എനിക്ക് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് കയറി വരുവാണ് സച്ചി. അച്ഛ നടന്ന കാര്യം എന്താന്ന് ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് സച്ചി തുടങ്ങുമ്പോഴേക്കും അത് നാട്ടിലുള്ള എല്ലാവരും കണ്ടല്ലോ എന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്നത്, നിങ്ങൾ കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കുമോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോഴേക്കും ചന്ദ്രയുടെ വായ അടച്ച് നിൽക്കുന്നുണ്ട്. അച്ഛ ഒരു ദിവസം ശരത്ത് രേവതിയെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് എന്തിനാന്നുള്ള കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ ശ്രീകാന്തിന്റെ അടുത്ത്. ആ ഓർമ്മയുണ്ട്, അവൻ ബൈക്ക് മോഷ്ടിച്ചത് നമ്മുടെ വീട്ടിലെല്ലാവരും അറിഞ്ഞതിനു ശേഷം സോറി ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതെ, നീ കറക്റ്റ് ആയിട്ട് തന്നെയാണ് ശ്രീകാന്തെ പറഞ്ഞത്. അച്ഛ അവൻ ചെയ്ത തെറ്റിന് അന്ന് മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാ അവൻ വന്നപ്പോ ഈ ഓടിപ്പോയവനുണ്ടല്ലോ, അവൻ വലിയ ഓഫീസറെ പോലെ പണം മോഷ്ടിക്കാനാ വന്നതെന്ന് പറഞ്ഞിട്ട് അവന്റെ ബാഗ് ചെക്ക് ചെയ്തു. ഒന്നും എടുത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അവനെ പറഞ്ഞയച്ചതിന് ശേഷം ഈ ഓടിപ്പോയവൻ ഹണിമൂണിന് പോകാൻ വേണ്ടിയിട്ട് അമ്മയാണെന്നല്ലോ പണം കൊടുത്തത്. അത് മറന്നതാണോ അതോ മറന്നതുപോലെ അഭിനയിച്ചതാണോ എന്നുള്ള കാര്യം അറിയില്ല. ആ പണം കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശരത്താണ് ആ പണം മോഷ്ടിച്ചെന്ന് പറഞ്ഞിട്ട് രേവതിയുടെ അമ്മയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അമ്മ ചോദ്യം ചെയ്തു. അവനൊരു ചെറിയ പയ്യനല്ലേ, എന്ത് ചെയ്യാനാണ്? അവന്റെ മനസ്സില് ആ വിഷമം ഒരു ദേഷ്യമായിട്ട് കിടന്നു. മോഷ്ടിക്കാതെ മോഷ്ടാവാണെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് ദേഷ്യം വരില്ലേ? അവനാണെന്നുണ്ടെങ്കിൽ മണ്ടത്തരം ചെയ്യുന്നത് പോലെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് പണം മോഷ്ടിച്ചു. ആ പണമാണെന്നുണ്ടെങ്കിൽ അവൻ തിരികെ തരുകയും ചെയ്തു. അച്ഛാ, അന്ന് പോലീസ് തന്നാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ഛന്റെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചില്ലേ, ആ പണമാണത്. തെറ്റ് തന്നെയാണ് അച്ഛാ, പക്ഷെ ഞാൻ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൊന്നുമല്ല. അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ അവൻ അങ്ങനെ ചെയ്തു പോയതാണ്. അല്ലാതെ അവന് പണത്തിനോടുള്ള ആഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനോടുള്ള വിരോധം കൊണ്ടോ ഒന്നും അങ്ങനെ ചെയ്തതല്ല. തെറ്റ് നടന്നു പോയി. അങ്ങനെ ആ തെറ്റിലേക്ക് നയിച്ചത് ഇവരാണല്ലോ. നീ എന്താടാ നിന്റെ അളിയനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണോ? ആ വീഡിയോയില് നീയും കണ്ടതല്ലേ എന്തൊക്കെയാ സംഭവിച്ചതെന്നുള്ള കാര്യം. അവൻ അമ്മയുടെ കയ്യിൽ നിന്ന് ഫോഴ്സ് ആയിട്ട് ബാഗ് പിടിച്ച് വലിക്കാൻ വേണ്ടി ശ്രമിച്ചു. അമ്മ എങ്ങാനും വീണിട്ട് തലക്കടി പറ്റിയിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ സുധി. എടാ, നീ അന്ന് പണം എടുത്തോണ്ട് ഓടിപ്പോയിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് അമ്മയുടെയും അച്ഛന്റെയും മനസ്സ് വേദനിക്കുന്നത് നീ ഓർത്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കാണ് കേട്ടോ സച്ചി തിരിച്ച്. അവരവർക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോഴല്ലേ മനസ്സിലാവുന്നത്. അത് കഴിഞ്ഞു പോയ വിഷയമാണ് എന്നും ഞാന് പണം കൊടുത്തോണ്ടിരിക്കുകയാണ്, അല്ലാതെ നിന്റെ അളിയനെ പോലെ ഞാന് പിടിച്ചു വലിച്ച് കൊള്ള നടത്തുകയൊന്നുമല്ല ചെയ്തത്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിൽ കുളിരുള്ളുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നിർത്തിക്കോ. അതാണ് നിനക്ക് നല്ലതെന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട്. സുധി നിർത്ത്. അവര് എന്ത് ന്യായമാണ് പറയാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം എന്ന് പറയാണേ. എടാ, എന്റെ അടുത്തുനിന്ന് ഒരുത്തൻ പണം മോഷ്ടിച്ചു, അത് നിനക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോ ഈ കാര്യം എനിക്ക് നേരത്തെ അറിയായിരുന്നു എന്നുള്ള കാര്യം സച്ചി അങ്ങ് എല്ലാവരുടെ മുമ്പിലും തുറന്നു പറയാണ്. എന്താ സച്ചിയുടെ പറഞ്ഞത്? സച്ചിയേട്ടന് ഈ കാര്യം നേരത്തെ അറിയായിരുന്നു എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ എനിക്ക് അറിയായിരുന്നു. എന്റെ ഫ്രണ്ടാണ് ഈ വീഡിയോ ഫുട്ടേജ് എനിക്ക് തന്നത്. അവന്റെ കടയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടന്നത്. എന്റെ ഫോണ് നഷ്ടപ്പെട്ടത് കൊണ്ട് ഏതോ ഒരുത്തൻ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതാണ്. ഓ, നീ അപ്പൊ അറിഞ്ഞിട്ടും ഈ കാര്യം മറച്ചു വെച്ചു അല്ലേ? അപ്പോ രേവതിക്കും ഈ വിഷയം നേരത്തെ അറിയായിരുന്നു അല്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ നിങ്ങൾ ചുമ്മാ ഓരോന്ന് പറയല്ലേ. നിങ്ങൾ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോഴാണ് ഇവരും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അവനെ അങ്ങനെ ഒരു തെറ്റ് നിങ്ങളുടെ പ്രേരണ ഒറ്റൊന്ന് മാത്രമാണ്. തുടർന്ന് രവിയാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്ത് നടന്നു എങ്ങനെ നടന്നു എന്നുള്ള കാരണം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്തത് തെറ്റല്ലാതാകുമോ? അവൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. ഒരാളുടെ മേല് ഒരു പഴി ചാർത്താൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ മോഷ്ടിക്കുകയാണോ ചെയ്യേണ്ടത്? ഇതില് ഒരു ന്യായവും ഇല്ല. നിന്റെ അമ്മ ചെയ്തതും തെറ്റാണ്, പക്ഷേ എങ്കിലും അതിനേക്കാൾ വലിയ തെറ്റാണ് രേവതിയുടെ അനിയൻ ചെയ്തത്. നീ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും അത് ക്ഷമിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറല്ല. അച്ഛ, അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, ഞാൻ ന്യായീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛന്റെ അരികിൽ പോയിരുന്നിട്ട് സച്ചി സംസാരിക്കുമ്പോഴേക്കും വർഷയാണെന്നുണ്ടെങ്കിൽ സച്ചേട്ടനെ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചാലും ശരത്ത് ചെയ്തിരിക്കുന്ന റോബറിയാണ്, അതുകൊണ്ട് അതൊരു ക്രിമിനൽ ഒഫൻസ് ആണെന്ന് പറയാണേ. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശ്രുതിയും പറയുന്നുണ്ട്, വർഷ നീ പറഞ്ഞത് കറക്റ്റ് ആണ്. ശ്രുതി പണം എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പൊ ബിസിനസ് നടത്തിയിട്ട് ആ പണം തിരികെ കൊടുക്കുന്നുണ്ട്. അതിലൊരു ന്യായം ഉണ്ടെന്ന് പറയുമ്പോ ആഹാ, അത് വളരെ വലിയ ന്യായമാണല്ലോ. ഒരു തെറ്റും ചെയ്യാതെ ഒരു പയ്യനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അവന്റെ മേലെ കുറ്റം ചാർത്താൻ വേണ്ടി ശ്രമിച്ചു. എന്തിന്? നീ എന്ന് അവനെ അടിക്കുകയും ചെയ്തില്ലേ? അങ്ങനെ അവൻ അതിന് പഴി വാങ്ങാൻ വേണ്ടിയിട്ട് മോഷ്ടിച്ചപ്പോ അതില് നിങ്ങൾക്കൊരു ന്യായവും കാണുന്നില്ല അല്ലെ? എന്തൊക്കെ ന്യായം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആന്റിയുടെ അടുത്ത് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് നേരിട്ട് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് വർഷ ചോദിക്കുകയാണെ.
ഒരിക്കലും ശരത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുള്ള കാര്യം ഞാനും വിചാരിച്ചില്ല. ഇവൻ ഇങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് അത് രേവതി ചേച്ചിയുടെ ലൈഫും ബാധിക്കും എന്നുള്ള കാര്യം അവൻ ഓർക്കണ്ടേ. അമ്മയുടെ ദേഷ്യം എന്ന് പറയുന്നത് ന്യായമായിട്ടുള്ളൊരു കാര്യമല്ലേ? സുധേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അവ മോഷ്ടിക്കുന്ന സമയത്ത് അമ്മ വീഴുകയോ മറ്റോ ചെയ്തിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. രേവതിയാണെന്നുണ്ടെങ്കിൽ മാപ്പാക്കണം എല്ലാവരും. എന്റെ അനിയൻ ചെയ്തത് വലിയ പാപം തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പൊട്ടി പൊട്ടി കരയുവാണേ. രേവതി കൈകൂപ്പി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട് കേട്ടോ, ആർക്ക് വേണ്ടിട്ട് നിന്റെ മാപ്പ് കൊണ്ട് എന്ത് ചെയ്യാനാടി? നാട്ടിൽ പോയിട്ട് പ്രസംഗിക്കാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതി അങ്ങ് മാറ്റി നിർത്തിയിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? തെറ്റ് ചെയ്തത് ശരത്താണ്. അവനെ നന്നായിട്ട് നിങ്ങൾ പോയിട്ട് അടിച്ച് ആ കുടുംബത്തെ മൊത്തത്തിൽ നാണം കെടുത്തിയിട്ട് എന്തിനും ഒരു തെറ്റും ചെയ്യാത്ത അവന്റെ അമ്മയടക്കം നിങ്ങളടുത്ത് മാപ്പ് പറഞ്ഞില്ലേ? ഇപ്പൊ രേവതിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നു. ഇവൾക്ക് ഇങ്ങനൊരു അവസ്ഥ വരരുതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എല്ലാം കൈമേറിപ്പോയി. ഞങ്ങൾ തന്നെ സമ്മതിച്ചു തരാം, തെറ്റ് തന്നെയാണ്. എന്നാൽ ബാക്കിയുള്ളവരൊക്കെ തെറ്റൊന്നും ചെയ്യാത്ത പുണ്യാളന്മാരാണല്ലോ. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റ് നടന്നു, മാപ്പാക്കണം എന്നുള്ള കാര്യം ഞങ്ങൾ പറയുന്നു. ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടത്? നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവള് ഈ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പാടില്ല. അവൾ എന്തുകൊണ്ട് ഇവിടെ നിൽക്കാൻ വേണ്ടി പാടില്ല എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഇത് എന്റെ വീടാണ്, അവൾ ഇവിടെ നിൽക്കരുത്. അപ്പോഴേക്കും 2 പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. വന്നോടനെ സാർ എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് സച്ചി അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അല്ല, ഇപ്പോഴല്ലേ നിന്റെ അമ്മയമ്മയുടെ വീട്ടിൽ നിന്നെ കണ്ടത്, അപ്പോഴേക്കും ഇവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ സാർ ഇത് എന്റെ വീടല്ലേ, എനിക്ക് ഇങ്ങോട്ട് വന്നല്ലേ പറ്റുള്ളൂ. കണ്ടോടനെ തന്നെ സുധിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പണം മോഷ്ടിച്ച ആ കള്ളനെ പിടിച്ചോ എന്നുള്ള കാര്യം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് വെറും കുടുംബ പ്രശ്നമാണ് എന്നും ഇത് ഞങ്ങൾ പറഞ്ഞു തീർത്തോളാം എന്നുള്ള കാര്യം സച്ചിയാണ് പറഞ്ഞെന്നുള്ള കാര്യം എല്ലാവരുടെ മുമ്പെന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇൻസ്പെക്ടർ ഇത് കുടുംബ പ്രശ്നമാണ്, കേസ് പിൻവലിക്കുകയാണെന്നുള്ള കാര്യം എഴുതി മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു. ഏതാണ് കുടുംബ പ്രശ്നം? ഒരു കള്ളൻ എന്റെ പണം മോഷ്ടിച്ചു എന്ന് ചന്ദ്ര പറയുകയാണെ. കേട്ട ഉടനെ തന്നെ സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളല്ലേ പറഞ്ഞത് കുടുംബ പ്രശ്നമാണ് എന്ന്, എന്നിട്ട് നിങ്ങളുടെ അമ്മ എന്താ ഇങ്ങനെ പറയുന്നത്? ഇവരെ കേസ് പിൻവലിച്ചാൽ ഞങ്ങൾക്ക് അവനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റും. ഇത് കേട്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ സ്വന്തം പെങ്ങളുടെ അമ്മായിമ്മയുടെ കയ്യിൽ നിന്നും അവൻ പട്ടാപ്പകലെ പണം മോഷ്ടിച്ചു. അങ്ങനെ അവനെ വെറുതെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അവൻ എത്ര വലിയ കൊള്ള നടത്തും. ഇത് ആദ്യത്തെ തവണയല്ല, ഇതിനു മുമ്പ് അവൻ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ട്. മോഷണം എന്ന് പറയുന്നത് അവന് കൈക്കൊണ്ട കലയായിട്ടുണ്ട്. അവന്റെ അച്ഛനമ്മയും വളർത്തിയ ലക്ഷണം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം വഷളാക്കുകയാണ് ചന്ദ്ര. അവനെ റോഡിൽ എന്നെ തള്ളിയിട്ടിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. ഈ കാര്യം ഞാൻ അവന്റെ വീട്ടിൽ പോയി ചോദിച്ചപ്പോ അവന്റെ കുടുംബത്തിലെ എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ കൈപിടിച്ചിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള രീതിയിലൊക്കെ ചന്ദ്ര കഥയങ്ങ് ഉണ്ടാക്കിയിട്ട് പറയുവാണ്. അവന് മാത്രമല്ല, അവന്റെ വീട്ടിലുള്ള അമ്മയും അനിയത്തിയും ഇതേ നിൽക്കുന്നു, അവളുടെ ചേച്ചി, എല്ലാവരും പിടിച്ചിട്ട് ഉള്ളിടാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട പോലീസുകാരാണെന്നുണ്ടെങ്കിൽ ഇവരെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണെ. സച്ചി അവര് ദേഷ്യത്തിൽ പറയാണ്, ഞാൻ സംസാരിക്കാന്ന് പറയുന്നുണ്ടെങ്കിലും ദേഷ്യത്തിലൊന്നും പറയുമല്ല. ഇതില് സംസാരിക്കാൻ എന്തിരിക്കുന്നു, ഇത് കുടുംബ പ്രശ്നമൊന്നുമല്ല. ആ പയ്യൻ എന്റെ പണം മോഷ്ടിച്ചു, അവന് വീഡിയോ തെളിവുണ്ടല്ലോ, ഹോട്ടലിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് പറഞ്ഞോളാം. അമ്മ എന്തൊക്കെയാ അച്ഛാ പറയുന്നത്, അച്ഛൻ പറ എന്ന് പറയുന്നുണ്ടെങ്കിലും രവി മിണ്ടാതെ നിൽക്കുവാണ്. അപ്പോഴേക്കും പോലീസുകാരൻ സച്ചിയുടെ അടുത്ത് വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. നീ എന്താ നിന്റെ അളിയനെ രക്ഷിക്കാൻ വേണ്ടി നോക്കുവാണോ? നീ പറഞ്ഞതുപോലെ ഒന്നുമല്ലല്ലോ കഥ. സർ, അവൻ കോളേജ് പഠിക്കുന്ന പയ്യനാണ്. കോളേജ് പഠിക്കുന്ന പയ്യനാണോ ഇങ്ങനെ മോഷണമായിട്ട് നടക്കുന്നത്? അവര് പരാതി പിൻവലിച്ചാൽ മാത്രമേ അവനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങള്. എന്തായാലും നമുക്ക് ഇവരുടെ അടുത്ത് കംപ്ലൈന്റ് എഴുതി മേടിക്കാം, എന്നിട്ട് ഇൻസ്പെക്ടർക്ക് കൊണ്ടു കൊടുക്കാന്ന് പറയണേ. അപ്പോഴേക്കും രേവതിയാണെന്നുണ്ടെങ്കിൽ സർ പ്ലീസ് സർ, അവൻ കോളേജ് പഠിക്കുന്ന പയ്യനാണ്, ദയവ് ചെയ്തിട്ട് കംപ്ലൈന്റ് എടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ രേവതി അങ്ങ് പിടിച്ചു വലിച്ചങ്ങ് മാറ്റിയിട്ടിട്ട് സാർ കംപ്ലൈന്റ് എഴുതൂ, ഞാൻ അതിനകത്ത് സൈൻ ചെയ്ത് തരാന്ന് ചന്ദ്ര അങ്ങ് പറയുവാണേ. അങ്ങനെ രേവതിയാണെങ്കിൽ വീണ്ടും ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, ദയവ് ചെയ്തിട്ട് അമ്മയെ കംപ്ലൈന്റ് കൊടുക്കരുത്, അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്റെ ഭാവി അതോടുകൂടി തൊലയുന്നൊക്കെ ചന്ദ്രയെ കൈ പിടിച്ചിട്ട് പറയുന്നുമ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ കൈ അങ്ങ് പിടിച്ച് വലിച്ചങ്ങ് മാറ്റുവാണ് കേട്ടോ രേവതിയുടെ. രേവതിയാണെങ്കിൽ വേഗം ദേവിക്ക് അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ദേവി ചെയ്തിട്ട് അച്ഛ അവരുടെ അടുത്ത് പറ, അമ്മയുടെ അടുത്ത് കംപ്ലൈന്റ് കൊടുക്കരുതെന്ന് പറയാൻ പറയുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത്? അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും അവരുടെ അടുത്ത് വീഡിയോ ആധാരം ഉള്ളത് കൊണ്ട് തന്നെ അവര് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് കേട്ട രേവതിയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ എന്താ അച്ഛൻ ഇങ്ങനെ പറയുന്നത്? ഞങ്ങളെ കുടുംബത്തിന് അച്ഛൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും ഉള്ളത്? അച്ഛ പ്ലീസ് അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൂപ്പുവാണേ. നിന്റെ ഈ നടിക്കൽ കണ്ടിട്ടാണ് ഇത്രയും കാലം രവിയേട്ടൻ എല്ലാം വിശ്വസിച്ചത്, ഇനി കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. അപ്പോഴും രേവതി പ്ലീസ് അമ്മേ ഞാൻ കെഞ്ചി പറയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ ചന്ദ്ര സാറ് വേഗം കംപ്ലൈന്റ് എഴുതും, ഞാൻ അതിനകത്ത് സൈൻ ചെയ്തരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടം പിടിച്ച് നിൽക്കുവാണ് കേട്ടോ ചന്ദ്ര. ഉടനെ തന്നെ നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതി പ്ലീസ് അമ്മയുടെ അടുത്ത് പറ സൈൻ ചെയ്ത് കൊടുക്കരുതെന്ന്. അതെങ്ങനെ ഞാൻ പറയുന്നത്? നിന്റെ അനിയൻ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവൻ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണമല്ലോ. അങ്ങനെ അനുഭവിച്ചാൽ മാത്രമേ അവൻ തിരുത്തുള്ളൂ. അതൊരു നല്ലത് നല്ലതല്ലെന്ന് പറയുമ്പോൾ അവന്റെ ജീവിതം ഭാവി എല്ലാം പോകുന്ന രേവതി പറയുന്നുണ്ട് കേട്ടോ. അത് തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു എന്നുള്ള കാര്യം ശ്രുതി പറയാണ്. അങ്ങനെ ചന്ദ്രയുടെ അടുത്ത് എഴുതിയിട്ട് സൈൻ ചെയ്യാൻ വേണ്ടി പറയുമ്പോഴേക്കും നമ്മുടെ സച്ചിയാണെങ്കിൽ വീണ്ടും അച്ഛൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് അമ്മയുടെ അടുത്ത് സൈൻ ചെയ്യരുത് എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട്.
അച്ഛ, അന്ന് അവൻ പണം മോഷ്ടിച്ചതിനാണ് ഞാൻ അവന്റെ കൈ ഒടിച്ചത്. പണവും തിരികെ കിട്ടിയില്ലേ? ഇനിയെങ്കിലും അമ്മയുടെ അടുത്ത് കംപ്ലൈന്റ് കൊടുക്കരുത് എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറയുന്നുണ്ട്. സച്ചി, നിന്നേക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട്. കാരണം അവളുടെ അച്ഛൻ പോകുന്ന സമയത്ത് ആ കുടുംബത്തെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവരുടെ മകൻ ഒരു തെറ്റ് ചെയ്തു, അതിന് അവൻ ശിക്ഷ അനുഭവിക്കല്ലാതെ മറ്റൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് രവിയും കൈയൊഴിയാട്ടോ ചെയ്യുന്നത്. അപ്പോഴും രേവതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ആ കരച്ചിലൊക്കെ കണ്ട് ഭയങ്കര ആസ്വദിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര ആ സൈൻ ചെയ്ത് കൊടുക്കുന്നത് പേപ്പറിനകത്ത്. സൈൻ ചെയ്ത് കിട്ടിയതിന് ശേഷം പറയുന്നുണ്ട് കേട്ടോ പോലീസുകാര് രേവതിയുടെ അടുത്ത്, എത്രയും വേഗം തന്നെ നിങ്ങളുടെ അനിയന്റെ അടുത്ത് വന്നിട്ട് സറണ്ടർ ആവാൻ വേണ്ടി പറയൂ. അങ്ങനെയാകുമ്പോൾ ശിക്ഷ കുറയും. ഇല്ലെങ്കിൽ പോലീസ് എന്തായാലും കണ്ടെത്തിയിട്ട് അവനെ അറസ്റ്റ് ചെയ്യും. അപ്പോ കൂടുതൽ ശിക്ഷയായിരിക്കും കിട്ടാൻ വേണ്ടി പോകുന്നത്. അതിനിടയ്ക്ക് സച്ചിയാണെന്നുണ്ടെങ്കിൽ സർ കേസ് എടുക്കരുത്, ഞാൻ എന്റെ അമ്മയുമായിട്ട് ഒന്ന് സംസാരിച്ചോടെ എന്ന് സച്ചി പറയുന്നുണ്ട്. സച്ചി പറയുന്നത് കേട്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ദൈവം വന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ എന്റെ തീരുമാനം മാറ്റില്ല എന്ന് പറയുകയാണേ. സർ, ഞാൻ സൈൻ ചെയ്തല്ലോ, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തോളൂ എന്നുള്ള കാര്യം കൂടി ചന്ദ്ര പറയുന്നുണ്ട്. ഓക്കെ പറഞ്ഞിട്ട് അവരവിടുന്ന് പോവുകയാണ്. പോലീസുകാരുടെ പുറകെ സച്ചി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും ശ്രീകാന്ത് രേവതിക്ക് അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ശരത്തിനെ തിരുത്താൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു കാര്യമാണെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നത് ചേച്ചി എന്ന് പറയാണ്. ഇത് കേട്ട ഉടനെ തന്നെ നീ കറക്റ്റാ പറഞ്ഞത്, അന്ന് ബൈക്ക് മോഷ്ടിച്ചപ്പോഴേ അവനെ പിടിച്ച് ഉള്ളിലിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവൻ ഈ കാര്യം ചെയ്യില്ലായിരുന്നു. അത് സുധി പറഞ്ഞത് ശരി തന്നെയാണ്. എല്ലാവർക്കും തെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ആ തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നില്ല. ചേച്ചിയുടെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാകും. പക്ഷെ എന്ത് ചെയ്യാനാണ്, ചേച്ചിയുടെ അനിയൻ ചെയ്ത തെറ്റിന് ചേച്ചി ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല. ചേച്ചി കൂടുതൽ ഇമോഷണൽ ആവരുതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സച്ചിയാണെന്നുണ്ടെങ്കിൽ വന്ന് പറയുന്നുണ്ട്, അവളുടെ അനിയൻ ചെയ്ത തെറ്റിന് അവൾ കരയാതെ പിന്നെ എന്ത് ചെയ്യൂടാ? അവനൊരു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ അവൾക്ക് താങ്ങിക്കാൻ വേണ്ടി പറ്റുമോ? കാരണം അവന്റെ ചേച്ചി മാത്രമായിരുന്നില്ല അവനെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ടാണ് നോക്കിയത്. കുടുംബം മൊത്തമായിട്ട് ഒന്ന് ചേർന്നിട്ട് ചെയ്തല്ലോ. നിങ്ങളെല്ലാവരും നല്ലവര്, ഞങ്ങൾ മാത്രം മോശപ്പെട്ടവര്. എന്തായാലും സന്തോഷമായി എനിക്ക്. രേവതി, ഇവരൊരു കംപ്ലൈന്റ് എഴുതി കൊടുക്കുമ്പോഴേക്കും അവനെ അങ്ങ് തൂക്കിലേറ്റൊന്നുമില്ല. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ന്യായം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അവന് കോട്ടുന്ന ശിക്ഷ കിട്ടാൻ വേണ്ടി പോകുന്നത് നമുക്ക് നോക്കാം എന്ന് പറയുമ്പോ നമുക്ക് നോക്കാം. അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അത് ഞാനും ചെയ്യും. രേവതി, നീ ഉള്ളിൽ പോയെന്ന് പറഞ്ഞിട്ട് സച്ചി രേവതി അങ്ങ് പറഞ്ഞു വയ്ക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ നിക്ക് എന്ന് പറയാണേ. നിന്നോട് വീട്ടിനുള്ളിലേക്ക് വരരുതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതല്ലേ? നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്തില്ലേ? അത് മതി. രേവതി എങ്ങോട്ടും പോവില്ല, ഇവിടെ തന്നെ ഉണ്ടാകും. അല്ലെങ്കിൽ ഓടി ചെന്നിട്ട് രവിയുടെ അടുത്ത് പറയുന്നുണ്ട്, രേവതിയുടെ അടുത്ത് രവിയേട്ട പുറത്തു പോകാൻ വേണ്ടി പറ എന്ന്. അതിന് മറുപടിയായിട്ട് രവി പറയുന്നത്, തെറ്റ് ചെയ്തത് രേവതിയുടെ അനിയനാണ്, അവന് ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്തു, അത് നടക്കേണ്ട പോലെ നടക്കട്ടെ. എന്നാ രേവതിയാണെന്നുണ്ടെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൾ എന്തിനാണ് വീട് വിട്ടു പോകുന്നത്? രേവതി ഇവിടെ തന്നെ ഉണ്ടാകും. ഇത് കേട്ട ഉടനെ തന്നെ രേവതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വർഷയും അതുപോലെ ശ്രീകാന്തും പറയുന്നുണ്ട്, അങ്കിള് പറഞ്ഞത് ശരി തന്നെയല്ലേ, രേവതി ചേച്ചിയുടെ മേല് ഒരു തെറ്റുമില്ലല്ലോ. അമ്മേ, രേവതി ചേച്ചി അങ്ങനെ പുറത്തു പോകേണ്ട കാര്യമില്ലെന്ന് ശ്രീകാന്ത് പറയാണേ. ഇത് നോക്ക് ചന്ദ്രേ, ശരത്തിനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് റൈറ്റ്സ് ഉണ്ട്. പക്ഷെ രേവതിയെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നിനക്ക് ഒരു അധികാരവും ഇല്ല. അവള് ഈ വീട്ടിലെ മകളാണ്, അവള് ഇവിടുന്ന് എങ്ങോട്ടും പോകില്ല. ഓഹോ, അങ്ങനെയാണല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൾ ഈ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല, ഞാൻ പുറത്തു പോകും. അമ്മ എന്തിനാ പുറത്തു പോകുന്നത്? അവർക്ക് വേണ്ടിയിട്ട് എന്തിനാ അച്ഛാ അമ്മ പുറത്തു പോകുന്നതെന്ന് ചോദിച്ചിട്ട് ശ്രുതി വരുന്നുണ്ട്. അതിന് മറുപടി ഒന്നും പറയാതെ രവി ആ നിൽക്കുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് കാര്യം മനസ്സിലാവാണ്, രേവതിയെ സപ്പോർട്ട് ചെയ്യുള്ളൂ, തന്നെ സപ്പോർട്ട് ചെയ്യില്ലാന്ന്. പക്ഷെ എന്ത് വിധനെയും രേവതി അവിടുന്ന് പുറത്താക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ചന്ദ്രമതി ബാഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വാല് പോലെ തന്നെ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും ചെല്ലുന്നുണ്ട്, ആന്റി അമ്മയെന്നൊക്കെ വിളിച്ചുകൊണ്ട്. ആന്റി പറയുന്നത് കേക്ക്, ആരെങ്കിലും ചെയ്ത തെറ്റിന് എന്തിനാണ് ആന്റി പുറത്തു പോകുന്നത്? ബാഗ് എടുത്ത് പുറത്തു വരുമ്പോഴേക്കും ആന്റി പോകരുതെന്ന് ശ്രുതി പറഞ്ഞിട്ട് തടഞ്ഞു നിർത്താൻ വേണ്ടി നോക്കുമ്പോഴേക്കും രവിയാണെന്നുണ്ടെങ്കിൽ എന്ത് പിടിവാശിയാണ് ചന്ദ്ര ഇത്, നീ എന്തിനാണ് പുറത്തു പോകുന്നത്? 30 വർഷം നിങ്ങളുടെ കൂടെ ജീവിച്ച എന്നെക്കാൾ വലുതല്ലേ ഇന്നലെ കയറി വന്ന ഇവള് നിങ്ങൾക്ക്? ഞാൻ പോകുക എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് ഇറങ്ങുവാണ്. പുറകെ തന്നെ അമ്മയെ പോലെ ആന്റി പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാല് പോലെ ചെല്ലുന്നുണ്ട് കേട്ടോ എല്ലാം. അങ്ങനെ ചന്ദ്ര അങ്ങ് പോവാണ് കേട്ടോ. രേവതി അടക്കം പറയുന്നുണ്ട് പോരുതെന്നുള്ള കാര്യം അച്ഛൻ പറയുന്നൊക്കെ. പക്ഷെ അതൊന്നും രവി കേൾക്കുന്നില്ല കേട്ടോ. സ്വന്തം ഇഷ്ടത്തിന് വെറുതെ ഒരു ആവശ്യമില്ലാതെ തുള്ളി പോകുന്നില്ല, അങ്ങ് പൊക്കോട്ടെ എന്നുള്ള മട്ടിൽ തന്നെയാട്ടോ രവി നിൽക്കുന്നത്. തുടർന്ന് നമ്മുടെ ബാമയാണ് കേട്ടോ കാണിക്കുന്നത്. ബാമയാണെങ്കിൽ അവിടെ നടന്ന സംഭവങ്ങളൊന്നും അറിയില്ലല്ലോ, വീഡിയോ കണ്ടിട്ട് കലിതുള്ളി പോയതാണല്ലോ, ഉറപ്പായിട്ടും അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഒരു പ്രശ്നം ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ രേവതിയെ കണ്ണിന് നേരെ കണ്ടുകൂടാ. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇങ്ങനൊരു അവസ്ഥയും കൂടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രേവതിയെ ഒരു വഴിയാക്കിയിട്ടുണ്ടാകും. എന്തായാലും എന്തായി എന്നുള്ള കാര്യം ചന്ദ്രയെ തന്നെ വിളിച്ചു നോക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്യാണ് കേട്ടോ ബാമ. ഫോൺ ബെല്ലടിയുമ്പോഴേക്കും ചന്ദ്ര ബാമയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഫോൺ ബെല്ലടിയുന്ന സൗണ്ട് അവിടെ തന്നെ കേൾക്കുമ്പോൾ ഇത് ചന്ദ്രയുടെ ഫോണിന്റെ ബെല്ലടി ഇവിടെ നിന്ന് എന്താ കേൾക്കുന്നത് വെച്ച് നോക്കുമ്പോഴാണ് ചന്ദ്ര പെട്ടിയും കിടക്കൊക്കെ ആയിട്ട് ബാമയുടെ വീട്ടിലേക്ക് അങ്ങ് കയറി വരുന്നത് കാണുന്നത്. ഞാൻ നിന്നെയായിരുന്നു വിളിച്ചോണ്ടിരുന്നതെന്ന് ബാമ പറയുമ്പോ അത് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നില്ലേ, നീ എന്താ ചന്ദ്ര ബാഗൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്? എന്താ പുതിയ ഡ്രസ്സ് എന്തെങ്കിലും മേടിച്ചിട്ട് വരുവാണോ? ഇത് എന്റെ ഡ്രസ്സാണ്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നു എന്നുള്ള കാര്യം ബാമയുടെ അടുത്ത് പറയാണേ. എന്ത് വീട് വിട്ടു പോന്നോ? അതേന്ന് ചന്ദ്ര പറയുമ്പോ ഇതെന്താ പുതിയതായിട്ട് കല്യാണമായ പെണ്ണ്
സ്വന്തം അമ്മയുടെ വീട്ടിലേക്ക് ബാഗൊക്കെ എടുത്ത് പോകുന്നത് പോലെ ഉണ്ടല്ലോ പിണങ്ങിയിട്ട്. വേറെ എന്താ ഞാൻ ചെയ്യേണ്ടത്? പുറത്തിറങ്ങി തല കാണിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയായി. മാനം പോയി. എന്റെ ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഒരുത്തിയെ തേടി പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ആ ദുരിതം ഇന്നും തീർന്നിട്ടില്ല. ആ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. നീ ദേഷ്യത്തിൽ പോകുന്നത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ രേവതിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. എന്നാ നീ എന്താ ഇറങ്ങി പോകുന്നത്? അവളെ ആർക്കെങ്കിലും ആ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി പറ്റുമോ? കാരണം അവൾ ആ വീട്ടിൽ മഹാറാണിയായി പോയില്ലേ. കുറച്ച് മനസ്സിലാവുന്ന രീതിയിൽ പറ ചന്ദ്രയെന്ന് ബാമ പറയുമ്പോ ഞാന് അവളുടെ വീട് വിട്ട് പോവാൻ വേണ്ടി പറഞ്ഞു. എന്നാ രവിയേട്ടനാണെന്നുണ്ടെങ്കിൽ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവളെ വീട് വിട്ട് പറഞ്ഞയക്കില്ല എന്ന് പറഞ്ഞു. ആ സച്ചി ആണെന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യയെ ഇറക്കി വിടില്ല എന്നൊക്കെ അതും ഇതൊക്കെ പറയുന്നു. അതുകൊണ്ടാണ് അവൾ നിൽക്കുന്ന വീട്ടിൽ ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നത്. എത്ര നാളത്തേക്കാന്ന് ബാമ ചോദിക്കുന്നുണ്ട്. എത്ര നാളെന്ന് വെച്ചാ ആ സച്ചിയും രേവതി വീട് വിട്ട് ഇറങ്ങി പോകണം. എന്നാ മാത്രമേ ഞാൻ അങ്ങോട്ടേക്ക് വരുള്ളൂ. അതെങ്ങനെ ചന്ദ്രൻ നടക്കുന്നത്? ഒരിക്കലും രവിയേട്ടൻ അവരെ ഇറക്കി വിടില്ലല്ലോ. അത് നടക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നത്. ഇത്ര നാളും രണ്ടെണ്ണത്തിന് ഞാൻ വെറുതെ വിട്ടില്ലേ. അതുകൊണ്ടാണ് രണ്ടെണ്ണത്തിനും അഹങ്കാരം ഏറിപ്പോയത്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശരി ഞാൻ എന്തായാലും നിനക്ക് ചായ എടുത്തിട്ട് വരാ എന്ന് പറയുമ്പോ വേണ്ട എന്ന് പറയാണേ ബാമയുടെ അടുത്ത്. അല്ല ചന്ദ്രേ, നീ രേവതിയുടെ വീട്ടിലേക്ക് പോയില്ലെന്ന് ചോദിക്കുമ്പോ ഇവിടുന്ന് നേരെ ഞാൻ അങ്ങോട്ടാ പോയത്. എന്നിട്ട് അവന് നന്നായിട്ട് പൊട്ടിച്ചു. നീ എന്തൊക്കെയാ ചന്ദ്രയെ കാണിച്ചത്? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് സമാധാനപരമായിട്ടാണോ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്? എങ്ങനെ സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും? അവൻ എന്റെ പണല്ലേ മോഷ്ടിച്ചത്. അതുപോരാത്തതിന് സച്ചിൻ രേവതി അവന് വക്കാലത്ത് വാങ്ങാൻ വേണ്ടി വന്നു. നോക്ക് ചന്ദ്രേ, എനിക്ക് രേവതിയെ കുറിച്ചിട്ടും അതുപോലെ സച്ചിയെ കുറിച്ചിട്ടും നന്നായിട്ട് അറിയാം. ഒരിക്കലും അവരിതൊന്നും സപ്പോർട്ട് ചെയ്യില്ല. നിന്റെ അടുത്ത് ക്ഷമിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. രേവതിയുടെ അനിയൻ ചെയ്ത തെറ്റിനെ എന്തിനാണ് രേവതിയെ വീട് വിട്ട് പറഞ്ഞയക്കുന്നത്? നീയും എന്താണ് രവിയേട്ടനെ പോലെ തന്നെ സംസാരിക്കുന്നത്? അങ്ങനത്തെ മോഷണ കുടുംബത്തിൽ നിന്ന് വന്ന ആ പെണ്ണിനെ എന്റെ വീട്ടിൽ തന്നെ താമസിപ്പിക്കണം എന്നാണ് നീയും പറഞ്ഞു വരുന്നത്. ശ്രുതിയുടെയും അതുപോലെ തന്നെ വർഷയുടെയും വീട്ടിലുള്ള ആൾക്കാരൊക്കെ വലിയ വീട്ടിലെ ആൾക്കാരാണ്. അങ്ങനത്തെ അവര് ഇങ്ങനെ മോഷണ കുടുംബത്തിലുള്ള മരുമകള് എന്റെ വീട് താമസിക്കുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്കും അത് അപമാനമല്ലേ? എന്റെ മാനമല്ലേ പോവുള്ളൂ. ഇപ്പോഴാണ് വീട് വിട്ട് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടൊരു അവസരം കിട്ടിയത്. ചന്ദ്രൻ, ഞാൻ പറയുന്നത് നീ കേൾക്ക്, തെറ്റിദ്ധരിക്കരുത്. ശ്രുതിയെ ഞാനാണ് കണ്ടെത്തി തന്നത്. അതുപോലെ പക്ഷേ കണ്ടെത്തി കൊണ്ടുവന്നത് ശ്രീകാന്താണ്. അവർ രണ്ടുപേരും വലിയ വീട്ടിലുള്ള ആൾക്കാർ തന്നെയാണ്. എന്നാ രേവതിയെ പോലത്തെ ഒരു പെണ്ണിനെ കിട്ടുക എന്ന് പറയുന്നത് കഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. നീ എന്തിനാ അവളെ തലയിലേറ്റിക്കാണ്ട് സംസാരിക്കുന്നത്? എന്താ അവിടെ വരുന്ന സമയത്ത് നിനക്ക് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണോ? എങ്കിലും സത്യം പറയുമ്പോൾ നിനക്ക് ദേഷ്യം വരും. എന്റെ പയ്യനെ എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോയില്ലേ എന്റെ മരുമകള്. അതുപോലെ തന്നെ വർഷയും അതുപോലെ ശ്രുതിയും ഒരു ദിവസം ചെയ്യും. ഇത് കേട്ടിട്ട് ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. ആ രംഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ.